ഓരോ സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുന്നതും അപ്പോൾ അവർക്ക് അയക്കുന്ന യാത്രയയപ്പും അല്ലെങ്കിൽ പലരുടെ റിട്ടയർമെന്റ് ജീവിതത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും സംസാരിച്ചു പോകാറുണ്ടല്ലേ. ഇതാ ഒരു യാത്രയയപ്പിനെ കുറിച്ച് പറയുകയാണ്, ഒരു അധ്യാപികയെ കുറിച്ചാണ്. പക്ഷേ ഈ ഒരു റിട്ടയർമെന്റ് അത് ഒരുപാട് സ്പെഷ്യലാണ്. 30 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം എറണാകുളം സെന്റ് തെരേസ സ്കൂളിൽ നിന്നും പടിയിറങ്ങിയ മലയാളം അധ്യാപികയായ ഷൈനി ബെന്നി തിരഞ്ഞെടുത്തത് വേറിട്ടൊരു വഴിയാണ്. തന്റെ യാത്രയയപ്പ് ദിനം സ്കൂളിൽ നിന്നും നെട്ടൂരിലെ വീട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അതായത് 11 കിലോമീറ്റർ ദൂരം മാരത്തണായി ഓടിക്കൊണ്ടാണ്. ഷൈനി ടീച്ചർക്കൊപ്പം സുഹൃത്തുക്കളും ആ മാരത്തണിന്റെ ഭാഗമായി. 30 വർഷത്തെ സേവനത്തിന് ശേഷം സാധാരണ ഒരു അധ്യാപിക പടിയിറങ്ങുമ്പോൾ അധ്യാപകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ചേർന്ന് നിന്ന് നൽകുന്ന യാത്രയയപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ എറണാകുളം സെന്റ് തെരേസ സ്കൂളിലേക്ക് എത്തിയാൽ മറിച്ചൊരു കാഴ്ചാനുഭവമാണ് ഇവിടെ കാണാനാവുക. അത് സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്ന ടീച്ചർ പോകുന്നത് കാറിലോ ബസ്സിലോ അല്ല, തൻ്റെ കാലുകളിൽ, അതും 11 കിലോമീറ്റർ ദൂരമുള്ള തൻ്റെ വീട്ടിലേക്ക് ഒരു മാരത്തൺ ഓട്ടമായി. കാണാം ആ കാഴ്ചകൾ. അവസാന ബെല്ലുമടിച്ച് സ്കൂളിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ മിക്കവർക്കും അത് വിങ്ങുന്ന ഓർമ്മയാണ്. എന്നാൽ ഷൈനി ടീച്ചർക്ക് ഇത് പുതിയൊരു കുതിപ്പിൻ്റെ തുടക്കമാണ്. എറണാകുളം സെന്റ് തെരേസ സ്കൂളിലെ 3 പതിറ്റാണ്ട് നീണ്ട അധ്യാപനത്തിന് വിരാമമിട്ട് ടീച്ചർ മടങ്ങുന്നത് ഓടിയാണ്. വെറുമൊരോട്ടമല്ല, 11 കിലോമീറ്റർ ദൂരമുള്ള നെട്ടൂർ AK റോഡിലെ സ്വന്തം വീട്ടിലേക്ക് ഒരു റിട്ടയർമെന്റ് മാരത്തൺ. സോൾസ് ഓഫ് കൊച്ചിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും, ഓടി വീട്ടിൽ കൊണ്ടുവന്നാക്കും. അതായത് ഇതുവരെ ഞാൻ ഹാഫ് മാരത്തോണേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഫുൾ മാരത്തോൺ ചെയ്യണം എന്നാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും അസുഖം, നമുക്ക് അസുഖമില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോവാറില്ല. കാരണം എന്താണ്, നമ്മൾ ഫുൾ ഡയറ്റും നമ്മൾ നോക്കും, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെയും നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ക്ലാസ് മുറികളിൽ അറിവ് പകർന്നു നൽകുന്നതിനൊപ്പം ട്രാക്കിലും തൻ്റെതായ ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് ഷൈനി. സ്പോർട്സ് വേഷമണിഞ്ഞ ആദ്യം വാമപ്പ്, പിന്നാലെ ടീച്ചർ ഓടിത്തുടങ്ങിയപ്പോൾ ആവേശം പകരാൻ കൂട്ടുകാരും ഒപ്പം കൂടി. അധ്യാപനം ഒരു ഓട്ടമാണെങ്കിൽ ലക്ഷ്യബോധത്തോടെ അത് പൂർത്തിയാക്കിയ സംതൃപ്തി ടീച്ചറുടെ മുഖത്തുണ്ട്. പൊതുവേ മലയാള അധ്യാപകരെ കുട്ടികൾക്ക് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഷൈനി മിസ്സിന് ഇഷ്ടം ഷൈനി മിസ്സിൻ്റെ ഈ പഞ്ചാണ്. അപ്പോൾ എൻ്റെ മക്കളോട് ചോദിച്ചാൽ അവർ പറയും എന്താണ് ഷൈനി മിസ് എന്ന്. അപ്പം നമുക്ക് അതിനൊക്കെയുള്ള ഒരു ആ പോസിറ്റീവ് വൈബ് കിട്ടുന്നത് ഈ രാവിലെ എഴുന്നേറ്റ് 8 കിലോമീറ്ററും 10 കിലോമീറ്ററും ഓടിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്. അപ്പം അതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മൈൻഡ് നമ്മളിൽ ഉണ്ടാക്കുന്നു. അത് കുട്ടികളിലേക്ക് പകരാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. ക്ലാസ്സിൽ മാത്രമല്ല, കലോത്സവത്തിലായാലും മിസ്സാണ് ഞങ്ങൾക്ക് എല്ലാം. ഇവിടുന്ന് എന്തൊക്കെ പരിപാടികൾക്ക് ഇറങ്ങുന്നുണ്ടോ ആ എല്ലാ കുട്ടികളെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവരുടെ കൂടെ നടക്കുന്നത് എല്ലാം മിസ് തന്നെയാണ്. മിസ് ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് തോന്നുന്നു. പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്നും വിരമിക്കൽ എന്നത് വിശ്രമമല്ല, മറിച്ച് തന്റെ മാരത്തൺ സ്വപ്നങ്ങളിലേക്കുള്ള വലിയൊരു കുതിപ്പാണെന്നും ടീച്ചർ പങ്കുവയ്ക്കുന്നു. 3 പതിറ്റാണ്ട് കാലം കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയ അതേ വേഗതയിൽ ഇന്ന് ഷൈനി ടീച്ചർ മറ്റൊരു ട്രാക്കിലേക്ക് മാറുകയാണ്. പഠിപ്പിച്ച പാഠങ്ങളെക്കാൾ വലിയൊരു ജീവിതപാഠം കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട്. ശരത്തമ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്യാമ, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ യാത്രയപ്പൊക്കെ അത് പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്നാണ്. ശരിക്കും പലർക്കും ഈ റിട്ടയർമെന്റ് ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്രമമായിരിക്കും കൂടുതലും. അവർ പലരും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ മറ്റു പലർക്ക് റിട്ടയർമെന്റ് ജീവിതം എന്ന് പറയുന്നത് ഇതേപോലെ പല ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അവർ ഓരോ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടും. ഇവിടെ തന്നെ ശരിക്കും ഇപ്പോൾ ഷൈനി ടീച്ചറിന്റെ ഒരു ജീവിതം ഇനി വേറൊരു ട്രാക്കിലേക്ക് മാറാൻ പോവുകയാണ്. റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം അധ്യാപകരെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത് വിശ്രമ ജീവിതം നയിക്കുകയാണ്. മക്കളും അതോടൊപ്പം തന്നെ മക്കളുടെ പേരക്കുട്ടികളൊക്കെ ഒത്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്. അതല്ല എങ്കിൽ വീട്ടിലെ മറ്റു ജോലികളും കൃഷിയും മറ്റും ഒക്കെ ആയിട്ട് സജീവമാകുന്നവരാണ്. എന്നാൽ ഇതങ്ങനെയല്ല. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള ഷൈനി ബെന്നി കഴിഞ്ഞ 30 വർഷമായിട്ട് സെന്റ് തെരേസ സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ഈ മലയാളം അധ്യാപികയായിരുന്ന ഈ ടീച്ചർക്കായിരുന്നു സ്കൂളിൻ്റെ കലോത്സവത്തിൻ്റെ ചുമതലകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ചാമ്പ്യൻഷിപ്പ് ഈ സ്കൂളിന് തന്നെയാണ്. അത് മറ്റാർക്കും വിട്ടുകൊടുക്കാനും ടീച്ചർ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു ഡെഡിക്കേഷനോടുകൂടി ജോലി ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. ആ അധ്യാപികയാണ് തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൻ്റെ ആ യാത്ര പോലും വളരെ ഭംഗിയായി
മറ്റൊരു തരത്തിലേക്ക് മാറ്റിമറിച്ചിരിക്കുന്നത്. അതായത് സ്കൂളിൽ നിന്നും 11 കിലോമീറ്റർ ദൂരം മാരത്തണായി ഓടിക്കൊണ്ടാണ് ആ റിട്ടയർമെൻറ്റ് ജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു കർമ്മപഥത്തിലേക്ക് അവർ കടക്കുന്നത്. ഇതിനൊക്കെ പ്രചോദനമായത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ്. അവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ ടീച്ചർ ഓടാൻ പോകുമായിരുന്നു. അങ്ങനെ അവിടെ മാരത്തോണൊക്കെ ഓടി. ഏകദേശം ടീച്ചറിൻ്റെ നിലവിലെ റെക്കോർഡ് എന്ന് പറയുന്നത് 24 കിലോമീറ്ററാണ്. സ്വാഭാവികമായിട്ടും ഈ 11 കിലോമീറ്റർ ദൂരമാണ് വീട്ടിലേക്കുള്ളത്. അത് വളരെ സിമ്പിളായിട്ട് ടീച്ചർ പൂർത്തീകരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമം ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അറിവ്, അതല്ല എങ്കിൽ ആ കർമ്മപഥത്തിൽ എങ്ങനെയാണ് മുന്നേറേണ്ടത് എന്ന ഒരു പാഠം കൂടി കുട്ടികൾക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ടീച്ചർ ഇനി ട്രാക്കിലൂടെ കുതിക്കാൻ തന്നെയാണ് ലക്ഷ്യം. അതിനൊപ്പം തന്നെ ടീച്ചറിൻ്റെ ഒരു ബൊട്ടിക്കുണ്ട്. ആ ബൊട്ടിക്കിലുമൊക്കെ സജീവമായി നിന്നുകൊണ്ട് കൂടുതൽ ആ മേഖലകളിലേക്ക് ടീച്ചർക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ്. എന്തായാലും 55 വയസ്സിന് ശേഷം കൂടുതൽ ഇടങ്ങളിലേക്ക് ടീച്ചർ കർമ്മനിരതയാകാൻ പോകുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. കുടുംബം അതിന് സപ്പോർട്ടായിട്ടുണ്ട്. മോനും മോളും ഹസ്ബൻഡും ഒക്കെ അടങ്ങുന്ന ആ കുടുംബം ടീച്ചറുടെ എല്ലാ തീരുമാനങ്ങൾക്കും ഒപ്പം കൂടുന്നു എന്നതാണ് ടീച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ടീച്ചർ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമുണ്ട്. അതായത് സെൽഫ് ലവ്, അതായത് തന്നെ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടും ടീച്ചർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചപ്പോൾ അതിനുവേണ്ടി സുംബ ഡാൻസ് അറിയുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു വാമപ്പൊക്കെ. ശരിയാണ്, ഭയങ്കര കളറായിട്ട് തന്നെയാണ് ആ ഒരു യാത്രയപ്പ് അല്ലെങ്കിൽ ആ ഒരു മാരത്തൺ റിട്ടയർമെന്റ് മാരത്തൺ സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്രയും നാളും അറിവ് പകർന്നു കൊടുത്ത ഒരു അധ്യാപികയാണ്. ഇറങ്ങുമ്പോൾ പോലും വീണ്ടും ആ ഒരു ഊർജ്ജമൊക്കെ നൽകിക്കൊണ്ടാണ്, എത്ര വലിയ മാതൃകയാക്കിക്കൊണ്ടാണ് ഓരോരുത്തർക്ക്, അതിപ്പോൾ സഹപ്രവർത്തകർക്കായാലും ആ കുട്ടികൾക്കായാലും സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയൊരു മാതൃകയായിക്കൊണ്ട് തന്നെയാണ് ടീച്ചർ പടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ട്രാക്കിലേക്ക് മാറാൻ പോവുകയാണ്. ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ റിട്ടയർമെന്റ് ജീവിതത്തിൽ അതെല്ലാം സാധിച്ചെടുക്കാനാകട്ടെ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്നുള്ള ആശംസകൾ കൂടി നേരുകയാണ്. ശരി ശ്യാം.